ഏത് സാഹചര്യത്തിലും ഉയർത്തെഴുന്നേക്കാൻ പറ്റും കുഞ്ഞെ. എവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പറ്റും, നിനക്കും പറ്റും. പ്രതീക്ഷിക്കുന്നവനെ ദൈവം നിരാശനാക്കില്ല. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? രക്ഷപ്പെട്ടിരിക്കും. എൻ്റെ ഈ പ്രശ്നങ്ങളും കടബാധ്യതയൊക്കെ മാറുമെന്നാണോ വിചാരിക്കുന്നത്? നടന്നിരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 10 ദിവസവും ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു നന്മയ്ക്ക് കാരണമായി കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഇടപെടലും. ഇത് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കിത് അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവകൃപയിൽ സൗഖ്യമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതിലും നന്ദി പറയുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ 10ാമത്തെ ദിവസം. അപ്പം നമ്മൾ ഓരോ ദിവസവും ഒരു കാഴ്ചക്കാരെ പോലെയോ കേവലം ഒരു കേൾവിക്കാരെ പോലെ മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ അത്ര ആഗ്രഹമുള്ളൊരു മനസ്സോടെയാണ് ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ, പരിശുദ്ധ അമ്മയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത പറയട്ടെ. യേശു കുരിശും വഹിച്ച് ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോഴും അവിടെ ഇത്രയും പീഡാസഹനങ്ങളും വിഷമങ്ങളും എല്ലാം ഈ പരിശുദ്ധ അമ്മ കരഞ്ഞ് തളർന്ന് താഴെ വീണു എന്ന് എഴുതിയിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഏത് പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതിലും എൻ്റെ മകൻ ദൈവത്തിൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 10ാം ദിവസം ഞാൻ നിങ്ങളോട് പറയാം, എവിടെയും കരയണ്ട, നിന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിനൊരാവശ്യമാണ് പ്രതീക്ഷയുള്ളൊരു മനസ്സ്. പ്രതീക്ഷയോടെ ഇരിക്കണം. ദൈവത്തെ അറിയാൻ പ്രതീക്ഷയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് എന്നെ, എൻ്റെ കുടുംബത്തെയും തലമുറകളെയും സമർപ്പിക്കാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. പ്രതീക്ഷ ഒത്തിരി ഗുണമാണ് കേട്ടോ. അതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 10ാമത്തെ ദിവസം എടുക്കാൻ എടുക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വളരെ സുപരിചിതവും ഒരുപാട് ആളുകൾ, അറിവുള്ളവരും ജ്ഞാനികളും പ്രസംഗിച്ചിട്ടുള്ളതുമായ ദൈവവചനമാണ്. ഇത് കേൾക്കുമ്പോൾ, ഹെഡിങ് വായിക്കുമ്പോൾ ഒരു കഥ പോലെ, ഒരു മുത്തിൽ അല്ലെങ്കിൽ ഒരു നൂലിൽ ചേർക്കുന്ന മുത്ത് പോലെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. സക്കേവൂസിൻ്റെ ഉപമയാണ്. അതെന്താണാവോ ഈ 10ാമത്തെ ദിവസം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുമായി പറയുമ്പോൾ എന്തുവാണാവോ പ്രസംഗിക്കുന്നത്? നമ്മുടെ ഓരോ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ എന്തേലും പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം സാധിച്ചു തന്നിരിക്കും. അങ്ങനെ ഒരു വാക്യമാണ് വായിക്കുന്നത്. പരിശുദ്ധ അമ്മയിൽ കണ്ടൊരു പ്രത്യേകത, എത്ര പ്രശ്നങ്ങൾ വന്നിട്ട് തളർന്നിട്ടില്ല. പ്രതീക്ഷയുള്ളൊരു മനസ്സുണ്ടായിരുന്നു. പ്രതീക്ഷ ഉണ്ടാകട്ടെ, നിരാശ മാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ നിരാശ മാറി സന്തോഷമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ഹൃദയവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആ വാക്യം വായിക്കുക. 19ാം അധ്യായം 1ാമത്തെ വാക്യം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയാണ്. 2ാമത്തെ വാക്യം. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അവൻ പ്രധാനിയും ധനികനുമായിരുന്നു. അടുത്ത വാക്യമാണ് ഒരു നല്ല വാക്യമായി എടുക്കുന്നൊരു വാക്യം. 3ാമത്തെ വാക്യം. യേശു ആരാണെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അത് നിസ്സാരമാണോ? നിങ്ങളും ചിലതൊക്കെ ആഗ്രഹിച്ച ഇവിടെ ഇരിക്കുന്നത്. 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും എന്തൊക്കെയോ ആഗ്രഹമാണ്. ആഗ്രഹം. ഇതാ ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിന് എന്തേരെ വിലയാണ് ദൈവം കൊടുത്തത് കേട്ടോ. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവം കളയില്ല. നിങ്ങളും ഈ 33 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ആഗ്രഹത്തോടെയല്ല ഇരിക്കുന്നത്. ഒരാഗ്രഹം പോലും നിരാശയായി മാറില്ല. ഒരാഗ്രഹം. ഇതാ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു. ഇതാരേലും പറഞ്ഞോ? സക്കേവൂസ് ഭാര്യയോട് പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടോ? സക്കേവൂസ് ഇത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടോ? ഇതൊരു മനുഷ്യൻ ആഗ്രഹിച്ചു. ആരോടും പറഞ്ഞില്ല. ആരോടും പറയാത്ത ഈ ആഗ്രഹത്തെ യേശു എങ്ങനെയാണ് ഇതറിഞ്ഞത്? ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നും.
ഒത്തിരി ധനികനായിരുന്നു, പണമൊക്കെ ഉണ്ടായിരുന്നു. യേശു ആരാണെന്ന് കാണാൻ ആഗ്രഹിച്ചു. അടുത്ത വാക്യം പ്രശ്നമുണ്ട്. അയാളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയുണ്ട്. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല. അപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഈ മനുഷ്യൻ അവിടെ ചെല്ലുമ്പം ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താ പ്രശ്നം? പൊക്കമുള്ള കുറേ മനുഷ്യന്മാർ മുന്നിൽ നിൽക്കുകയാണ്, മനുഷ്യർ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പൊക്ക കൂടുതലും ഒരു പ്രശ്നമാണ്. ചിലപ്പം ചിലരുടെ പൊക്ക കൂടുതലും പ്രാർത്ഥന കൂടുതലും ചിലർക്കൊക്കെ പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മുടെ അധികമായ പ്രാർത്ഥന നമ്മുടെ പുറകിൽ നിൽക്കുന്ന പലർക്കും ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. ചിന്തിച്ചു നോക്ക്. നമ്മളും ചിലപ്പോൾ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണ്, നമ്മൾ വലിയ ആളുകളാണ്, ദർശനമുള്ളവരാണ്, എനിക്ക് പ്രാർത്ഥനയിൽ കാണാൻ പറ്റും, എനിക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്, ആ കൃപ എനിക്കുണ്ട്, ഞാൻ വലിയ കൗൺസിലറാണ്, ഞാൻ വലിയ കരിസ്മാറ്റിക്കാരാണ്. ഈ പൊക്കവുമായിട്ട് നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ഈ കൂടുതലും ഒരു പ്രശ്നമാണ്. ഒത്തിരി പേരുടെ പ്രാർത്ഥന കാരണം പലരും പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഒരുപാട് പേരുടെ അവരുടെ രീതികളും അവരുടെ ഭാവവും കാരണം പലരും ദൈവത്തെ അവർക്ക് കാണാൻ പറ്റാതെ അവർ പുറകോട്ട് പോയി. അത് നമ്മൾ തെറ്റുകാരാണ്. അപ്പോൾ അത് ഗുരുതരമായ തെറ്റാണ്. നമ്മൾ കാരണം മറ്റൊരാൾ ദൈവത്തെ കാണാൻ അവസരം നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. ഒരു വീട്ടിലെ അപ്പൻ, അമ്മ, അല്ലെങ്കിൽ വല്യപ്പൻ, വല്യപ്പ, ആരുമാകട്ടെ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കാണാനും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയല്ല. ഇതാ സക്കേവൂസിൻ്റെ അവിടെ വന്ന ആൾക്കാർ മുഴുവൻ ദൈവത്തെ കാണാൻ വന്നവരാണ്. ആരും സിനിമ കാണാൻ വന്നവരല്ല, നാടകം കാണാൻ വന്നവരല്ല. എല്ലാവരും ഒരേ ആഗ്രഹത്തോടെ വന്നതാണ്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പുള്ളിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഭയങ്കര പൊക്കമാണ്, എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്, ആരും പുറകോട്ട് മാറത്തില്ല. പക്ഷെ ഇവിടെ എന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം അടുത്ത വാക്യം. അയാൾ വീട്ടിലേക്ക് പോയി മുറിയിൽ പോയി കരഞ്ഞിരുന്നു എന്ന് എഴുതിയിട്ടില്ല. നമ്മളാണെ പറയില്ലേ, ഓ ഞാൻ അവിടം വരെ പോയി, കാണാനൊന്നും ഒത്തില്ല, ഞാനിങ്ങ് പോന്നു, ഭയങ്കര തിരക്കായിരുന്നു, ഇനി എപ്പോഴേലും ആട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്, വായിക്കാം. അത് 4-ാമത്തെ വാക്യം. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഒരൊറ്റ ഓട്ടം ഓടി. പുറകോട്ടോടി എന്നല്ല കേട്ടോ, മുന്നോട്ടോടിയെന്നാണ്. ചില പ്രശ്നങ്ങൾ മുന്നിൽ വന്നപ്പം എന്നെ കേൾക്കുന്ന പലരും പുറകോട്ടാണ് ഓടിയത്. അതുകൊണ്ടാണ് പല അനുഗ്രഹങ്ങളും ഇല്ലാതെ പോയത്. പുറകോട്ടോടരുത്. അത് എഴുതി വച്ചോ, പുസ്തകത്തിലോ ഹൃദയത്തിലോ എവിടെ എഴുതി വെച്ചോ. നമ്മുടെ മുമ്പിൽ പൊക്കമുള്ളവർ വരും, നമ്മളെ ഒഴിവാക്കുന്നവർ വരും, നമ്മളെ വിമർശിക്കുന്നവർ വരും. നീ ഒന്നും ഒരിക്കലും നന്നാകത്തില്ലെന്ന് പറഞ്ഞ് ചിലർ വരും. നീ നന്നാകുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് വരും, വിധിക്കും ചിലർ ശപിക്കും. ഇതൊന്നും കണ്ട് പുറകോട്ടോടരുത്. സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി ഇത് എന്നാൽ പിന്നെ ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഭാര്യയോട് പറഞ്ഞു എന്നല്ല, അയാൾ മുമ്പേ ഓടി. ഈ വചനം ഈ 33 ദിവസം നിങ്ങളെ കേൾപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? പുറകോട്ടോടാനല്ല, മുന്നോട്ടോടാൻ. പല പ്രാവശ്യം മനസ്സിൽ പറയണം, ഞാൻ മുന്നോട്ടോടേണ്ട ആളാണ്. പുറകോട്ടോടാൻ എളുപ്പമാണ്. പുറകോട്ടോടാൻ ഒന്നും സഹായം വേണ്ട, മുന്നോട്ടോടാനാണ് സഹായം വേണ്ടത്. നിന്നെ മുന്നോട്ടോടി എന്തിനാ ഓടിയത്? ദൈവത്തെ ഒന്ന് കാണാനാണ് ഓടിയത്. ദൈവത്തെ കാണാനും അറിയാനും നടത്തുന്ന ചെറിയ പരിശ്രമത്തിന് പോലും ദൈവം വലിയ വിലയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളൊക്കെ ഈ വില നമ്മളീ നിൽക്കാൻ കാരണം. സക്കേവൂസ് ഓടി, എന്നിട്ട് മരത്തിൽ കയറാൻ വലിയ പരിചയമൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ മരത്തേൽ കയറി. ഇതാരേലും അറിഞ്ഞോ? നാട്ടുകാരറിഞ്ഞില്ല. പ്രത്യേകിച്ച് യേശു അറിഞ്ഞതായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. യേശു അത് ദൂരെ നിന്ന് കണ്ടു, ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടു എന്നൊന്നും എഴുതിയിട്ടില്ല. ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇങ്ങനെ രഹസ്യത്തിൽ ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ ഓടി, മരം കയറാൻ അറിയത്തില്ലേലും ഒരു സിക്കമോർ മരത്തിൽ കയറി അവിടെ ഒളിച്ചിരുന്നു. ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല, ആരും പറയുന്നില്ല, കർത്താവേ ആ ഓടുന്നവൻ സക്കേവൂസാണ്, ഇവിടുത്തെ പ്രമാണിയാണ്, വലിയ ആളാണ്, നിന്നെ കാണാൻ വേണ്ടി ആ മരത്തെ പുള്ളി കയറുന്നുണ്ട്. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ യേശു അറിഞ്ഞു? ബൈബിൾ വായിക്കുമ്പോൾ നോക്കൂ. അതിലെ നടന്നു പോയപ്പം കൃത്യം ആ മരത്തിൻ്റെ ചുവടിലെത്തിയപ്പോൾ 5-ാമത്തെ വാക്യം, അവിടെ എത്തിയപ്പോൾ യേശു അവിടെ നിന്നു. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ അവിടെ ഉള്ള സ്ഥലത്ത് ദൈവം അവന് വേണ്ടി അവിടെ നിന്നു. ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹവും വെറുതെ പോവില്ല.
ആ നടത്തുന്ന കുഞ്ഞ് പരിശ്രമം പോലും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നോക്കൂ, അവിടെ നിന്നു. എന്നിട്ട് അവൻ പറയാണ്, മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇയാളുടെ പേരെങ്ങനെയാ? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത യേശു എങ്ങനെയാണ് ഇയാളുടെ പേരറിഞ്ഞേ? ഈ മരത്തിലിരിക്കുന്ന സക്കേവൂസ് ആണോ വർഗീസ് ആണോ എന്ന് എങ്ങനെ അറിഞ്ഞത്? എങ്ങനെയാണ് സക്കേവൂസ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു? നമ്മളാണ് ചില നേതാക്കന്മാരുടെ പാർട്ടി മീറ്റിങ്ങുകൾ കണ്ടിട്ടില്ല, എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, എന്തുവാ അവൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ ചോദിക്കും. അവർ പറയും ഇത് ഇന്ന സ്ഥലമാണ്, ഇന്നതാണ് അയാളുടെ പേര് എന്ന് പറയുമ്പോഴാണ് മൈക്കിലൂടെ പറയുന്നത്. ഇതാരും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. എങ്ങനെ അറിഞ്ഞു ഈ മനുഷ്യൻ്റെ പേര്? ദൈവത്തെ അറിയാൻ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ പേര് ദൈവത്തിനറിയാം. നിങ്ങൾ നടത്തുക. ഇപ്പം പണികളെല്ലാം മാറ്റി, ജോലികളൊക്കെ മാറ്റി, നിങ്ങളുടെ സോഫയിലോ സെറ്റിയിലോ വന്ന് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുക, ഈ വചനം കേൾക്കാൻ ഇരിക്കുക. നിങ്ങളൊരു കുഞ്ഞു പരിശ്രമമേ നടത്തിയിട്ടുള്ളൂ. ഇന്ന് നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ നിയോഗം വെച്ച് പങ്കെടുക്കുക. ഇത് അപ്പുറത്തെ വീട്ടുകാരോ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആളോ അറിഞ്ഞിട്ടില്ലേലും നിങ്ങളുടെ ഈ കുഞ്ഞ് പരിശ്രമം, ഈ ജോലിയെല്ലാം വേഗത്തിൽ ക്രമീകരിച്ച് നിങ്ങൾ ആ സെറ്റിയെ വന്നിരുന്ന് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുന്ന കാര്യം ദൈവത്തിനറിയാം. ആ അറിവ് മതി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ. നിങ്ങൾ നടത്തിയ കുഞ്ഞു പരിശ്രമമില്ലേ, നിയോഗം എഴുതി ശാലോമിലേക്ക് കൊടുത്തു, ഞങ്ങൾ ആ ജപമാല സഖ്യത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. ഒരു സക്കേവൂസ് മരത്തിൽ കയറി ഒന്ന് പരിശ്രമം നടത്തി ആ മരത്തെ കയറി ഇരുന്നു. അതിനെ ദൈവം അത്ഭുതകരമായ മാനിച്ചത്. പിന്നെ അവിടം വരെ പോയ യേശു റൂട്ട് തിരിച്ചു വിട്ടുന്ന ഒരു കാര്യമുണ്ട്. വേറൊരു സ്ഥലത്തേക്ക് പോയ മനുഷ്യൻ എങ്ങോട്ട് പോയി എന്ന് എഴുതിയിട്ടുണ്ട്. സക്കേവൂസിനോട് പറയുവാണ്, നീ വേഗം ഇറങ്ങി വാ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. നേരെ അവിടുന്ന് റൂട്ട് മാറുവാണ്. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചവൻ്റെ വീട്ടിൽ ദൈവം വന്നു. നിങ്ങൾ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം റോട്ടിലൂടെ പോയി അവിടുന്ന് വിളിച്ചു പറഞ്ഞ് നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുമല്ല, നിൻ്റെ ഭവനത്തിൽ ദൈവം വരും. എന്തിനാണ് ശാലോം ടി വിയിലൂടെ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ദൈവം ഒരുക്കിയത്? നിൻ്റെ ഭവനത്തിൽ ദൈവം വരാനുള്ള അവസരമാണിത്. നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ, നിൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വരാനുള്ള, അങ്ങനെ റോട്ടിലൂടെ എതിരേലും പോകാനുള്ളതല്ല, അത് തിരിഞ്ഞ് നിൻ്റെ വീട്ടിൽ വരും. നിൻ്റെ കുടുംബത്തിലെ അനുഗ്രഹം തിരിഞ്ഞു വരും. അതിനൊരാൾ വേണം. ഈ സക്കേവൂസ് ഒരു ഭാര്യയും മക്കളൊക്കെയുള്ള ഒരു കുടുംബനാഥനാന്ന് ഓർക്കണം. ആള് ഒരു കൂലിവേലക്കാരനല്ല, സമ്പന്നനാന്ന് എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ദൈവം കയറി ചെന്നോ? വായിച്ചു നോക്ക്. ഇതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയില്ലേ, അത് ദൈവം നിൻ്റെ ഭവനത്തിൽ വരുന്ന ഒരു സമയമാണ്. ദൈവം നിൻ്റെ ഭവനത്തിൽ നടന്നു കയറി വരും. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, അവനും മഹാപാപിയായ മനുഷ്യനാണ്, കൊള്ളാത്തൊരുത്തൻ, ഇവൻ്റെ വീട്ടിൽ എന്തിനാ പോണത്? ആൾക്കാർ പലതും പറഞ്ഞു. യേശു അത് ശ്രദ്ധിച്ചില്ല. അവൻ്റെ ആഗ്രഹത്തെയും പരിശ്രമത്തെയും മാനിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് യേശു കയറി ചെന്നു. സക്കേവൂസിൻ്റെ ഭാര്യ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത്. സക്കേവൂസിൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത്. ആരാ യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്നത്? ആ വീടിൻ്റെ കുടുംബനാഥനാണ് കൊണ്ടുവന്നത്. ആ കുടുംബനാഥനെ കണ്ടുപഠിക്കണ്ടേ ഓരോ കുടുംബനാഥന്മാരും? ഓരോ കുടുംബനാഥന്മാരാകാനുള്ളവരും കുടുംബനാഥനും കണ്ടുപഠിക്കണം. യേശുവിനെ ആ വീട്ടിൽ കൊണ്ടുവന്നത് ഈ അപ്പനാണ്, ഈ പിതാവാണ്, ഈ കുടുംബനാഥനാണ്. ഇന്ന് പല കുടുംബനാഥന്മാർക്കും പറ്റാത്ത കാര്യം ദൈവത്തെ ആ വീട്ടിൽ കൊണ്ടുവരാനാണ് അവർക്ക് പറ്റുക. അവർക്ക് തിരക്കാണല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ന കുടുംബനാഥൻ ദൈവത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, ഈ വചനം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, എല്ലാം ധിക്കരിക്കുന്നു, എന്ത് പറയുമ്പോൾ വേറൊരം ചെയ്യുന്നു, ആകെ മക്കളെ കൊണ്ട് തലവേദന. നിങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് മക്കളെ ദൈവത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മശോധന ചെയ്ത് നോക്ക്. അന്നേരം നിങ്ങൾക്ക് തിരക്കായിരുന്നു, അവിടെ പോകാനുണ്ട്, അത് ചെയ്യാനുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു, ആരാധിക്കാൻ സമയമില്ലായിരുന്നു, ഒരു പാട്ട് പാടാൻ സമയമില്ലായിരുന്നു, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ സമയമില്ലായിരുന്നു, എന്തിനു പറയണം, ഒരു കൊന്ത ചെല്ലാൻ പോലും സമയമില്ലാത്ത നാളുകൾ നമുക്കുണ്ടായില്ലേ? പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ കണ്ടുപഠിക്കണം. സക്കേവൂസ് എന്ന മനുഷ്യൻ പണക്കാരനായിരുന്നു, അയാൾ പ്രമാണിയാന്നൊക്കെ അവൾ കിടക്കട്ടെ, അയാൾ മരത്തെ കയറി ഇരുന്ന് ആ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ആ മനുഷ്യനെ ദൈവം എവിടം വരെ എത്തിച്ചു നോക്ക്. ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച വഴി കണ്ടോ? ഇതുപോലെ അനുഗ്രഹിക്കാൻ ദൈവം തുറന്നൊരു സമയമാണിത്. നിങ്ങൾ വേണം ദൈവത്തെ ഈ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ അനുഗ്രഹത്തിൽ. എന്നിട്ട് യേശു പറഞ്ഞ വാക്കുണ്ട്, നിൻ്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആരിലൂടെയാണ് ഈ രക്ഷ വന്നേ? ആരിലൂടെയാ? ഈ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെയാണ്.
നമ്മളൊന്ന് പ്രാർത്ഥിച്ച് സക്കേവൂസ് എന്ന വ്യക്തിയെപ്പോലെ നമുക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിൻ്റെ കരവും സ്വരവുമാകേണ്ടവരാണ് നിങ്ങൾ. ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. കേവലം ഒരു കാഴ്ചക്കാരനെ പോലെയും കേൾവിക്കാരനെ പോലെയും എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒരു പാട്ടും പാടി പോകാൻ വേണ്ടി വന്നതല്ല. ഇത് നിങ്ങളെ ദൈവത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ കുഞ്ഞ് ആഗ്രഹത്തെ പോലും ദൈവം അത്ഭുതകരമായി മാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം, പ്രതീക്ഷയുള്ള. അതാണ് സക്കേവൂസിൻ്റെ പ്രതീക്ഷയാണ് ആ ഓട്ടം, ദൈവത്തിനെ കാണാനുള്ള ഒരു പ്രതീക്ഷ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല പ്രതീക്ഷയോട്, സക്കേവൂസ് പുറകോട്ടോടി എന്നല്ല, മുന്നോട്ടേ ഓടാവുള്ളൂ, പുറകോട്ടോടരുത്. എന്ത് വെല്ലുവിളി ആയിക്കോട്ടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ. എന്നോടൊരാൾ പറഞ്ഞു, എന്നോട് എൻ്റെ കുടുംബക്കാർ പറഞ്ഞു നീ പോയി ചാകടാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പോയി ചാകാൻ പോവാ, ഞാൻ വീട്ടിലേക്കില്ലെന്ന്. പുറകോട്ടോടാൻ എളുപ്പമാണ്, മുന്നോട്ടോടാനാ സക്കേവൂസ് പഠിപ്പിച്ചത്. ആ മുന്നോട്ടോടിയവനെയാ ദൈവം ചേർത്ത് പിടിച്ചത്, പുറകോട്ടോടുന്നവനെയല്ല. മുന്നോട്ടോടാൻ നിങ്ങളുടെ കാലുകൾക്കും മനസ്സിനും ശക്തി കിട്ടട്ടെ. നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. ഒന്നും തകർന്നു പോകത്തില്ല. പ്രതീക്ഷയോടെ ഇരുന്ന് വചനം കേട്ട്. ഈ ബൈബിളിൻ്റെ പ്രത്യേകത മറ്റൊരു പേര് പ്രതീക്ഷയുടെ പുസ്തകം എന്നാണ്. ഏത് പൊട്ടിപ്പൊളിഞ്ഞവരും ഈ പുസ്തകത്തെ നോക്കുമ്പോൾ അവൻ ചിരിക്കും. കരഞ്ഞ് കാറി കൂകി ബഹളം വച്ച് തകർന്നു വരുന്നവൻ ഈ പുസ്തകം തുറന്ന് മടിയിൽ വെച്ച് 10 മിനിറ്റ് കഴിയുമ്പം ആശ്വാസം അനുഭവിക്കും. അവന് കിട്ടുന്നത് പ്രതീക്ഷയാണ്. ഏത് സാഹചര്യത്തിലും ഉയർത്തെഴുന്നേക്കാൻ പറ്റും കുഞ്ഞെ. എവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പറ്റും, നിനക്കും പറ്റും. നിന്റെ കുടുംബം പുറകോട്ടോടരുത് കേട്ടോ. പലരും പറയും പുറകോട്ടോടിക്കോളാൻ. പുറകോട്ടോടിയരുത്, ദോഷം നിനക്കാണ്. മുന്നോട്ടേ ഓടാവുള്ളൂ. മുന്നോട്ടോടും പല പ്രശ്നങ്ങളും പല വ്യക്തികളും മുന്നിൽ വരും, പുറകോട്ട് പോകരുത്. ഇതാ ഒരു വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒന്ന് ബൈബിൾ തുറന്ന് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് അതൊന്ന് വായിച്ചു നോക്കിക്കേ. പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുത്ത് വന്നൊരു സ്ത്രീ, അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ. 25-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, തകർന്ന് തരിപ്പണമായവളെന്ന് അടുത്ത വാക്യം സൂചിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? ഉള്ള വൈദ്യന്മാരെയും ഡോക്ടർമാരെയും പഠിച്ചവരെയെല്ലാം കണ്ടിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. സമ്പത്തും പണവും എല്ലാം തീർത്തിട്ടും നഷ്ടമല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടായില്ല. അങ്ങനെ ശരീരം കൊണ്ടും സാമ്പത്തികം കൊണ്ടും മനസ്സുകൊണ്ടും തകർന്നു പോയൊരു വ്യക്തി എഴുതിയിരിക്കുകയാണ് 27-ാമത്തെ വാക്യം. അവൾ യേശുവിനെക്കുറിച്ച് കേട്ട് വീട്ടിലിരുന്നു, മടിപിടിച്ചിരുന്നു എന്നല്ല, കേട്ടിട്ട് ആ ക്ഷീണമുള്ള ശരീരവുമായി നടന്ന് യേശുവിൻ്റെ അടുത്ത് വന്നു. ഒരു പരിശ്രമമാണ്. സക്കേവൂസ് മരത്തെ കയറിയതുപോലെ. വീട്ടിൽ കിടക്കാനുള്ള ആരോഗ്യമുള്ളൂ, കട്ടിലേന്ന് തല പൊക്കാൻ പോലും ആരോഗ്യമില്ല. ഈ ഒരു അവസ്ഥയിലും യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്. എഴുതിയിരിക്കുന്ന വാക്ക് 27-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ പിന്നിൽ വസ്ത്രത്തിൽ സ്പർശിച്ചു. വസ്ത്രത്തിൽ, ശരീരത്തിൽ തൊട്ടാൽ നമുക്കറിയാം. നിങ്ങളുടെ വസ്ത്രത്തിൽ പുറകെ നിന്ന സൈഡിൽ നിന്ന് ഒരാൾ തൊട്ടാൽ അറിയുമോ? ഇല്ല. ഈ വ്യക്തി പ്രതീക്ഷിക്കുവാണ്, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തേ പ്രതീക്ഷിക്കാവുള്ളൂ? ഞാൻ തകർന്നു പോകത്തേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെടുകയില്ല, എനിക്കൊരു ജോലിയും കിട്ടുകയില്ല, എൻ്റെ കല്യാണമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല. ഇങ്ങനെയുള്ള നിരാശയുടെ വാക്കുകൾ പറയരുത്. ഇതാ തകർന്ന് തരിപ്പണമായൊരു സ്ത്രീ പറയുവാണ്, ഞാൻ രക്ഷപ്പെടത്തില്ലെന്നല്ല പറഞ്ഞേ, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിച്ചൊരു വ്യക്തി. സമ്പത്ത് പോയി, ആരോഗ്യത്തിൽ ക്ഷീണമുണ്ട്, എല്ലാവിധത്തിലും തകർന്ന വ്യക്തി പോലും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയെ ദൈവം മാനിച്ചത് കണ്ടോ? പ്രതീക്ഷിക്കുന്നവനെ ദൈവം നിരാശനാക്കില്ല. പ്രതീക്ഷിക്കുന്നതിന് പണച്ചെലവില്ല കേട്ടോ. പ്രതീക്ഷിക്കുന്നതിന് അധികം ചിലവോ നഷ്ടങ്ങളൊന്നുമില്ല. പ്രതീക്ഷിക്കുക, ദൈവം എനിക്ക് നല്ലത് വരും. ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമൊക്കെ മാറി ഞങ്ങളുടെ കുടുംബം ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്നൊന്ന് വിചാരിച്ചാൽ മതി, അതുപോലും അനുഗ്രഹമായി മാറും. പ്രാർത്ഥിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത്? മനസ്സിൽ വിചാരിച്ചു എന്ന്. ആ വിചാരത്തെ പോലും ദൈവം അത്ഭുതമാക്കി മാറ്റി. വിചാരത്തെ പോലും. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? രക്ഷപ്പെട്ടിരിക്കും. എൻ്റെ ഈ പ്രശ്നങ്ങളും കടബാധ്യതയൊക്കെ മാറുമെന്നാണോ വിചാരിക്കുന്നത്? നടന്നിരിക്കും. കാരണം യേശു പറഞ്ഞുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താ നിൻ്റെ വിശ്വാസം? വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ പ്രതീക്ഷ എന്താ? നിങ്ങളുടെ വിശ്വാസം എന്താ? നിങ്ങൾ ഒത്തിരി പേര് വിശ്വസിക്കുന്ന നെഗറ്റീവ് ആകട്ടോ. ഒന്നും ശരിയാകത്തില്ല, അന്നേരം അവർ നെഗറ്റീവ് പറയും. ഒന്നും ശരിയാവുമൊന്നുമില്ല.
അവരുടെ മുഖത്തും ആ ആംഗ്യഭാഷയിൽ വരെ നിരാശയാണ്. ഒന്നും ശരിയാകുകയില്ല, ഞാൻ കുറേ നോക്കി ശരിയാകില്ല, ഞാനൊന്നിനുമില്ല. അങ്ങനെ പറയരുത്, നിർത്തത്. ഈ 33 ദിവസം പ്രാർത്ഥനയ്ക്ക് മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു കാര്യമെങ്കിലും പറ, നിൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുക. എനിക്ക് നല്ലത് വരും, ദൈവം എന്നെ അനുഗ്രഹിക്കും, എനിക്ക് നല്ല ജോലി കിട്ടും, എനിക്ക് നല്ല കുടുംബജീവിതം തരും, അനുഗ്രഹമുള്ള മക്കളെ എനിക്ക് ദൈവം തരും, എൻ്റെ വിശ്വാസം വർദ്ധിക്കും, എനിക്ക് നല്ല ശുശ്രൂഷകൾ കിട്ടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനൊരു അനുഗ്രഹമായി മാറും. നിൻ്റെ വിശ്വാസം നിന്നെ തകർക്കില്ല, നിന്നെ രക്ഷിക്കും. അത് ബൈബിൾ വചനമാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, അത് നിരാശരാക്കില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഈ 2 വചനങ്ങളൊന്ന് ചേർത്തേ. സക്കേവൂസ് എന്താ ചെയ്തത്? യേശുവിനെ ഒന്ന് കാണാൻ പുള്ളി മനസ്സിലൊന്ന് ആഗ്രഹിച്ചു. രണ്ടാമത്തെ വ്യക്തിയോ, യേശുവിനെ ആ വസ്ത്രത്തിൽ തൊട്ട സൗഖ്യം പ്രാപിക്കും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 2 പേരും നിരാശരായില്ല. ഈ 2 പേരും നിരാശരായില്ലെങ്കിൽ നിങ്ങളും നിരാശരാകത്തില്ല. നിങ്ങളും ഇതേ വചനമാണ് കേൾക്കുന്നത്. സക്കേവൂസ് എന്തെങ്കിലും വലിയ കാര്യം ചെയ്തോ? ഒരു മരത്തെ കയറി ഇച്ചിരി ഓടി, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. വലിയ ആനകുതിര കാര്യങ്ങളോ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന, വലിയ ഫ്ലക്സ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഹാ അത്ഭുതങ്ങളൊന്നും പുള്ളി ചെയ്തില്ല. പുള്ളി ഇച്ചിരി വേഗത്തിൽ ഓടി ഒരു മരത്തെ പിടിച്ച് കയറി, ഇത്രേ ചെയ്തുള്ളൂ. എന്തിനു വേണ്ടിയാ? ദൈവത്തെ ഒന്ന് കാണാൻ. അതിനും അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാര്യം നടക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ പോരാ. എങ്ങനെയും എൻ്റെ കാര്യം നടക്കണം, എങ്ങനെയും ജോലി കിട്ടണം, എങ്ങനെയും നടക്കണം, എങ്ങനെയും. അതുമാത്രമല്ല, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുക, ഈ വചനത്തെ അറിയാൻ ആഗ്രഹിക്കുക. നീ ദൈവത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പം ഒപ്പം നീയും വളരും. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം നീ തളരുമെന്നല്ല, ഒപ്പം നീ വളരും. ഈ പുസ്തകം വായിച്ചിട്ട് ആരും തളർന്നിട്ടില്ല. ആരും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ നശിച്ചു, അത് നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേ കേട്ടിട്ടുള്ളൂ. ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ജീവിതം മാറി, ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി, എന്നെ ദൈവം അനുഗ്രഹിച്ചു. വളരുന്ന സാക്ഷ്യവും വളർത്തിയ സാക്ഷ്യമേ കേൾക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ 10ാമത്തെ ദിവസം വച്ചിരിക്കുന്ന നിയോഗം എന്താണോ വിശ്വസിച്ചത് അത് കയ്യിൽ കിട്ടും. എന്താണോ വിശ്വസിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, വെറുതെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു ചടങ്ങായിട്ടല്ല. നിയോഗം വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ കൈകളിൽ വരും, നിങ്ങളുടെ വീട് രക്ഷപ്പെടും. സക്കേവൂസ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് പോയ ആ യാത്ര, പുറകോട്ടോടാത്ത മുന്നോട്ടോടിയ യാത്ര, അത് അവൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ക്ഷണിച്ചു വരുത്തിയ ഒരു യാത്രയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 33 ദിവസത്തെ 10ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? നിങ്ങളുടെ ഭവനത്തിൽ ദൈവം കയറി വരുന്ന രക്ഷയുടെ ഒരു ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ ശരീരത്തിൽ പോലും തൊട്ടറിയാൻ പാകത്തിന് ഒരു അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് ഈ 10ാമത്തെ ദിവസം. രക്തസ്രാവക്കാരി സ്ത്രീ ശരീരത്തിൽ അറിഞ്ഞു, അവൾ സൗഖ്യം പ്രാപിച്ചെന്ന്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവരുടെ ശരീരത്തിലും കുടുംബത്തിലും ഈ 10ാമത്തെ ദിവസം അറിയാൻ ഇടവരട്ടെ. ദൈവം എന്നെ തൊട്ടുവെന്നും, ദൈവം എനിക്ക് വിടുതൽ നൽകിയെന്നും, സൗഖ്യം നൽകിയെന്നും. സക്കേവൂസ് ഓടി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി. ആ മരത്തിൻ്റെ മുകളിൽ കയറി. ഒരു മരത്തിൻ്റെ മുകളിൽ കയറാൻ ചില പരിശ്രമമൊക്കെ നടത്തി കാണും. ആ പരിശ്രമത്തെ യേശു അത്ഭുതകരമായി മാനിച്ചു. നിങ്ങളും ഈ 33 ദിവസം ദൈവത്തെ അറിയാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കാണിച്ച പരിശ്രമമില്ലേ, അത് സ്വർഗം മാനിക്കുന്ന സമയമാണ്, ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്, ദൈവം വിടുവിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി 10ാമത്തെ ദിവസം പറയട്ടെ. ഇനി നമുക്കുള്ളത് 23 ദിവസങ്ങളാണ്. ഇപ്പോൾ 10 ദിവസങ്ങളാണ് കഴിഞ്ഞത്. 10 ദിവസവും പ്രാധാന്യമുള്ള ഗൗരവമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. മൈക്ക് കിട്ടിയത് കൊണ്ട്, ഒരു ക്യാമറ മുന്നിലുള്ളത് കൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞതല്ല, ഒരുങ്ങി പ്രാർത്ഥിച്ച് നൽകിയ വചനങ്ങളും സന്ദേശങ്ങളുമാണ്. ഇത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങളാണ്. ശാലോം ടി വിയിലെ ആളുകൾ ഇതൊരു പ്രോഗ്രാമായി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന നിയോഗത്തോടെ നടത്തുന്ന ഒരു അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ്. ഈ ജപമാല സഖ്യത്തോട് നിങ്ങൾ പങ്കുചേരണം. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം. ശാലോമിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം. ആ കൂട്ടായ്മയിൽ ചേരാൻ വേണ്ടി നിങ്ങൾ വിളിക്കണം. അതിൻ്റെ കാര്യങ്ങൾ അറിയണം. ഈ 10ാം ദിവസവും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം, ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്ക്. ഒരു കുടക്കീഴിലെന്ന പോലെ അത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു സമൃദ്ധിയെ കൊണ്ടുവരും. ദൈവം നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന 10ാമത്തെ ദിവസം നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ പ്രവേശിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, പുറകോട്ടോടരുത്, മുന്നോട്ടോടാൻ ദൈവം കൽപ്പിക്കുന്ന 10ാമത്തെ ദിവസമാണിത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം.
തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുപൂജ്യമായി അൾത്താരയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയും നിതാ. കരുണ തുളുമ്പുമേ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എന്നേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷയുടെ 10ാമത്തെ ദിവസമാണിന്ന്. 9 ദിവസവും അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളും മിനിറ്റുകളും ആയിരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളുടെ മണിക്കൂറുകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ഈ 9 ദിവസവും ആരാധനയിലും വചനത്തിലും പങ്കെടുത്ത നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ലെന്ന്. ദൈവം നിങ്ങളെ തൊടാതിരിക്കില്ല, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കാതിരിക്കില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കില്ല. ഇന്ന് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമർപ്പിച്ച, എഴുതി അയച്ച, പ്രാർത്ഥനാ സഹായം ചോദിച്ച ആ നിയോഗങ്ങൾ, നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളെല്ലാം ഒന്ന് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഷാലോം ടിവിയിലൂടെ ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ, ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, ഈ കണ്ണുനീരോടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയെ, ഈ മുറിയിൽ ആകെ ഈ തകർന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവൻ ഇവർക്ക് കൊടുക്കണമേ. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാണ്. ആ ജീവൻ സാധാരണ നിലയിൽ കുറച്ചുണ്ടാകാനെന്നല്ല, അത് സമൃദ്ധിയായി നിങ്ങളിൽ ഉണ്ടാകാനാണ് ഞാൻ വന്നത് യേശു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഈ വചനം നൽകുന്ന സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കമായ ഈ 10ാം ദിവസത്തിലെ വചനത്തിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ഷാലോം ടിവിയിലൂടെ ദൈവം ഒരുക്കുന്ന ഈ അത്ഭുത ശുശ്രൂഷയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അനുഗ്രഹിക്കണമേ. അതിൽ പങ്കെടുക്കുന്ന പങ്കാളിയായിരിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. അസ്വസ്ഥതകളെ മാറ്റണമേ. ദൈവശക്തിയുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കണമേ. അന്ധകാരത്തിന്റെ, പൈശാചികതയുടെ, തിന്മയുടെ എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയണമേ. ഞാനും എന്റെ കുടുംബവും അങ്ങയുടേതാണ്, അങ്ങയുടേത് മാത്രമാണ്. തിന്മയുടെ ആധിപത്യങ്ങൾക്ക് എന്റെയോ എന്റെ കുടുംബത്തിന്റെ മേലോ യാതൊരുവിധ അധികാരമോ സ്വാധീനമോ ഇല്ല
എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ, ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ ചില ബന്ധനങ്ങൾ അഴിയുന്ന, ചില രോഗങ്ങളുടെ മേൽ സൗഖ്യം ലഭിക്കുന്ന, അത്ഭുത വിടുതലുകൾ അനുഭവിക്കുന്ന ചില മിനിറ്റുകളിലൂടെയാണ് കടന്നുപോയത്. പ്രാർത്ഥിച്ച് ആരാധനയിൽ നടത്തുമ്പോൾ അറിയാൻ പറ്റും ദൈവം ഒത്തിരി കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്യുന്നത്, ദൈവം നിങ്ങളിൽ ഇടപെടുന്നത്. അതിങ്ങനെ ഒരാത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അത് ഏതൊരാൾക്കും അറിയാൻ പറ്റും അവിടെ നടക്കുന്ന ദൈവ പ്രവർത്തനങ്ങൾ. അതങ്ങനെയാണ്. അത് നിങ്ങളും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തോന്നില്ലേ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്ന ഒരു പൾസ് നമുക്കുള്ളിൽ കിട്ടും. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ, ദൈവം പ്രവർത്തിക്കുന്നില്ലയോ എന്ന് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ പിടികിട്ടും, മനസ്സിലാവും. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന ഇത് അവഗണിച്ച് കളയരുത്, ഇത് നിസ്സാരമാക്കരുത്. ഇത് വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു സമയമാണ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ആരാധനയിൽ നിങ്ങളോട് ചേർത്ത് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ 10ാമത്തെ ദിവസം കേട്ടത് സക്കേവൂസിൻ്റെ ഉപമയാണ്. അതോടെ പ്രതീക്ഷയുള്ള ഒരു സക്കേവൂസിനെ അവിടെ കാണാൻ പറ്റും. പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് പ്രതീക്ഷ. ചിലപ്പോൾ നമ്മൾ ചിറക് കരിഞ്ഞ പ്രാണി പോലെ നമ്മൾ നിലത്ത് വീണ് വട്ടം കറങ്ങും. പറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇതാ ചിറക് കരിഞ്ഞുപോയി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വിളക്കിൻ്റെ ചുവട്ടിൽ, മെഴുകുതിരിയുടെ വെട്ടത്തിൽ പ്രാണികൾ വട്ടം കറങ്ങി അതിൻ്റെ അടുത്ത് മുട്ടി അതിൻ്റെ ചിറക് കരിഞ്ഞ് അത് താഴെ വീഴും. പിന്നെ അത് ജീവൻ പോകുന്നവരെയും ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ കൂടെ വട്ടം കറങ്ങും. ഇങ്ങനെ വട്ടം കറങ്ങുന്ന സ്വപ്നങ്ങളുണ്ട്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, സന്തോഷത്തോടെയൊക്കെ ജീവിക്കണമെന്നുണ്ട്. എന്തോ പറ്റുന്നില്ല, എന്തോ കഴിയുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. ആഗ്രഹിച്ചതൊന്ന്, ലഭിച്ചതോ മറ്റൊന്ന്. ഒത്തിരി പേര് ജീവിതത്തിൽ എഴുതി വെച്ചൊരു വാക്കാണ്. എന്താ വിഷമം? ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, എനിക്ക് ലഭിച്ചത് വേറൊന്നാണ്. ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയാണ് ജീവിതം ആഗ്രഹിച്ചത്. എനിക്ക് ലഭിച്ചത് അതൊന്നുമല്ല, മറ്റൊന്നാ. അവിടെ തകർന്നു പോയി. പക്ഷെ ബൈബിൾ പറയുന്നു, നീ തകർന്നു പോയി, ചിറകങ്ങ് കരിഞ്ഞു പോയാലും, ഒരു പ്രാണിയുടെ ചിറക് പോയാൽ വേറൊരു ചിറക് മുളച്ചു വരില്ലായിരിക്കും. അതിൻ്റെ ജീവിതം ആ വിളക്കിൻ്റെ ചുവട്ടിൽ തീർന്നു പോകുമായിരിക്കാം. പക്ഷെ വിശ്വാസി അങ്ങനെ അല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതം അങ്ങനല്ല. ചിറക് കരിഞ്ഞു പോയാലും പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവന് പ്രാണിയുടെ ചിറകെന്നല്ല, കഴുകൻ്റെ ചിറക് കൊണ്ട് അവനെ ഞാൻ ഉയർത്തിപ്പറക്കും. കഴുകനെ പോലെ ഉയർന്നു പറക്കും. നീ ആഗ്രഹിച്ച സ്ഥലത്തൂടെ, ആഗ്രഹിച്ച രാജ്യങ്ങളിലൂടെ, ആഗ്രഹിച്ച പദവിയിൽ നിന്നെ ദൈവം പറത്തും. നിന്നെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി ദൈവം മാറ്റും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദാവീദിനെയൊന്നും ആർക്കും വേണ്ടായിരുന്നു. പ്രവാചകൻ വീട്ടിൽ വരുമ്പം ആ വീട്ടിലെ അപ്പനും അമ്മയും പറഞ്ഞോ, ദാവീദ് എന്ന് പറഞ്ഞൊരു മകനും കൂടെ ഞങ്ങൾക്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ വന്ന് ചോദിക്കുകയാണ്, വേറെ മക്കളുണ്ടോ നിങ്ങൾക്ക്? അപ്പോഴാണ് പറയണ ഒരാളുണ്ടെന്ന്. എന്തിനാ നേരത്തെ പറയാഞ്ഞത്? വീട്ടിൽ പോലും വിലയില്ല, അത്ര വലിയ കാര്യമായിട്ട് കാണാത്ത ദാവീദ് സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറി. ദൈവമാണ് ഇങ്ങനെയുള്ള ചില അത്ഭുത പ്രവർത്തികൾ ദൈവം ചെയ്യും. അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇരുന്നേ, നിരാശ മാറ്റിക്കേ. പ്രതീക്ഷ. സക്കേവൂസ് ആരായിരുന്നു എന്നറിയാമോ? യേശുവിനെ കാണാൻ ആഗ്രഹിച്ചൊരു നല്ല മനുഷ്യൻ. ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മനസ്സ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴോ കിട്ടിയതെല്ലാം നെഗറ്റീവ് അനുഭവമാണ്. മുമ്പിൽ നിൽക്കുന്നവരെല്ലാം പൊക്കമുള്ളവർ, എല്ലാവരും ദൈവത്തെ കാണാൻ തന്നെ വന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും പൊക്കമാണ്, ആരും ഒരു മാറിക്കൊടുക്കത്തില്ല. അവസാനം പുള്ളി മടുത്ത്. അവിടെ എനിക്കിഷ്ടപ്പെട്ട വാക്ക്, സക്കേവൂസ് പുറകോട്ടോടിയെന്നോ വീട്ടിലേക്ക് ഓടിയെന്നോ, അവിടെ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു എന്നല്ല, അങ്ങനെ ഒരു പ്രതികൂല മുമ്പിൽ പൊക്കമുള്ള മനുഷ്യരായ യേശുവിനെ കാണാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടായപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ. 19-ാം അധ്യായം 4-ാമത്തെ വാക്യം, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനം, ഈ ശുശ്രൂഷയിലൊക്കെ നിങ്ങളെ പങ്കാളിയാക്കിയത് എന്തിനാണെന്നറിയോ? മുമ്പേ പുറകോട്ടോടാനല്ല, മുന്നോട്ടോടാനാണ്. നീ മുന്നോട്ടോടണം. ആരോ നിന്നോട് പറഞ്ഞു നീ ഇനി ഓടണ്ടാന്ന്. ചിലർ പറഞ്ഞു നിൻ്റെ ഓട്ടം ശരിയാവില്ലെന്ന്. നിന്നെ ദൈവം വിളിച്ചത് മുന്നേ ഓടാനാ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പുറകോട്ടോടരുത്, പുറകിലായി പോകും.
അങ്ങനെ പുറകിലായി പോകാനുള്ളതല്ല നിൻ്റെ ജീവിതം. മുന്നേ ഓടണം, മുന്നേ ഓടണം. എവിടെയാ തകർന്നത്, എവിടെയോ എവിടെ എന്തുമാകട്ടെ, മുന്നേ ഓടണം. ഈ മനുഷ്യൻ മുന്നേ ഓടി, ആരും കണ്ടില്ല മുന്നേ ഓടുന്നത്. പക്ഷെ ആ മനുഷ്യൻ മുന്നേ ഓടുന്നത് ദൈവം കണ്ടു, യേശു കണ്ടു. നിൻ്റെ ഓട്ടം, നിൻ്റെ ശ്രദ്ധ, നിൻ്റെ നടത്തം എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ചടഞ്ഞിരിക്കാതെ, തലകുനിച്ചിരിക്കാതെ, കരഞ്ഞുകൊണ്ട് ആകെ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാതെ എഴുന്നേറ്റ് ഓട്. ദൈവത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ ആ മുന്നിൽ നിൽക്കുന്നെങ്കിൽ നീ ഒരിക്കലും പുറകിലായി പോകത്തില്ല. പ്രതീക്ഷയോടെ ഇരുന്നേ. ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞേ, എന്നെ ദൈവം അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞേ, എന്നെ ദൈവം രക്ഷിക്കുന്നെന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ആദ്യം ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ മുന്നേ ഓടേണ്ട ആളാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുന്നേ ഓടും. എൻ്റെ കുടുംബജീവിതം ശരിയാകാൻ ഞാൻ മുന്നേ ഓടും. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകാൻ ഞാൻ മുന്നേ ഓടും. ഇത് നാട്ടുകാർക്ക് വേണ്ടി ഓടിയ കാര്യമല്ല കേട്ടോ, ദൈവത്തെ കാണാൻ ഓടിയ കാര്യമാണ്. ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് ദൈവത്തെ കാണാൻ ഓടുന്നവർ വട്ടന്മാരും ഭ്രാന്തന്മാരും പണിയില്ലാത്തവരുമാണെന്നാണ് പറയുന്നത്. അല്ല, ദൈവത്തെ കാണാൻ വേണ്ടി ഓടിയ ഈ മനുഷ്യൻ്റെ കുടുംബം ഇന്നും നമുക്കറിയാം. ദൈവത്തെ കാണാൻ വേണ്ടി ഓടിയ ഈ കുടുംബനാഥനെ വർഷം എത്ര കഴിഞ്ഞിട്ടും 2023 ജീവിക്കുന്ന നമുക്ക് വരെ ഈ മനുഷ്യൻ്റെ പേരറിയാം. അന്നത്തെ കാലത്ത് എത്രയോ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ആരുടെയും പേര് നിങ്ങൾക്കറിയാമോ? ആരുടെയും വീട്ടുപേര് നിങ്ങൾക്കറിയാമോ? പക്ഷേ ഈ മനുഷ്യന് നമുക്കറിയാം. എന്താ യോഗ്യത? പണമുള്ളത് കൊണ്ടല്ല നമ്മൾ ഓർക്കുന്നത്, അയാൾ ഇന്ന ജീവിതം നയിച്ചുകൊണ്ടല്ല, ദൈവത്തെ കാണാൻ ഓടിയവരെ ദൈവം മറക്കില്ലെന്നുള്ള തെളിവാണത്. അങ്ങനെയെങ്കിൽ ജീവിതത്തെ ഒന്ന് കൊടുക്കുക. നിങ്ങളും ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. പ്രഭാതത്തിലായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്, മധ്യാഹ്ന സമയത്തായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, വൈകുന്നേരം ഒരു സമയത്തായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. സമയമേതുമാകട്ടെ, ഇപ്പോൾ ദൈവം നിന്നോട് പറയുന്നത് പുറകോട്ടോടരുതെന്നാണ്. പുറകോട്ടോടണ്ട, മുന്നോട്ടോട്. നീ മുന്നോട്ടോടിയാൽ ദൈവം നിനക്കൊപ്പം നിൽക്കും. ദൈവം നിനക്കൊപ്പം നിൽക്കും. സക്കേവൂസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി യേശു പോയതല്ല, വേറെ എങ്ങോട്ടോ പോയതാണ്. പക്ഷെ അവിടുന്ന് വളഞ്ഞ് യേശു നടന്നത് സക്കേവൂസ് എന്ന വ്യക്തിയുടെ കുടുംബത്തിലേക്കാണ്. ഇന്ന് നിങ്ങൾ 10ാമത്തെ ദിവസം നിൻ്റെ വീട്ടിലേക്ക് ദൈവം നടന്നു വരുന്നൊരു സമയമാണ്. നിൻ്റെ വീട് രക്ഷപ്പെടുന്ന ദിവസം, നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റു നിന്ന് നിങ്ങളുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. എൻ്റെ വീട് സക്കേവൂസിൻ്റെ വീട് പോലെ എൻ്റെ വീടും ഈ ആരാധനയിൽ എൻ്റെ ദൈവം എന്നോട് പറയുക, രക്ഷപ്പെടുമെന്ന്. എൻ്റെ വീട് രക്ഷപ്പെടും. എൻ്റെ വീട്ടിൽ ദൈവം വസിക്കും. എൻ്റെ കുടുംബത്തിൽ ദൈവം വസിക്കും. എൻ്റെ കുടുംബം ദൈവത്തെ അറിയും. ദൈവത്തിൻ്റെ സ്നേഹം എന്നാന്നറിയും. ഇത്രയും നാൾ ഈ മനുഷ്യന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവരും നോക്കുന്നത് സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു വന്നപ്പം ആ വീട് സെൻറ്റർ ഓഫ് അട്രാക്ഷനായി. അതായത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നാളെ നീ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായി. നിന്നെ എല്ലാവരും ശ്രദ്ധിക്കും. നിൻ്റെ കുടുംബത്തെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കും. നിൻ്റെ ഭാവിയെ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറയും, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഈ ജോലി കിട്ടി, എങ്ങനെ ഈ നല്ല കുടുംബജീവിതം, ദൈവം എൻ്റെ കൂടെ വന്നോണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായെന്ന് അന്നേരം പറയണം. പ്രിയപ്പെട്ടവരെ, ദൈവം നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നീ രക്ഷപ്പെട്ടിരിക്കും. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച്, ജീവിതത്തെ മുഴുവൻ ഏൽപ്പിച്ച്. നിരാശ വേണ്ട, അത് കീറിക്കളയേണ്ട ഒരു താളാണ്. ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു താള് കീറിക്കളഞ്ഞേ. നിരാശയുടെ താള് കീറിക്കള. എന്നിട്ട് മുന്നേ ഓട്. എന്നിട്ട് ഇങ്ങനെ പറ, ദൈവം എന്നെ രക്ഷിക്കും, എന്റെ ഭവനത്തെ ദൈവം രക്ഷിക്കും, ഈ അവസ്ഥകളും ഈ കുറവുകളും ഒക്കെ പരിഹരിക്കപ്പെടും, ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്റെ കുടുംബത്തെ മുഴുവനായി ഏൽപ്പിക്കുന്നു. ഞാൻ പുറകോട്ടോടുന്നത് നിർത്തി. ഞാൻ പുറകോട്ടോടില്ല കർത്താവേ, ഞാൻ മുന്നോട്ടോടും. എനിക്ക് മുന്നോട്ടോടണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിലൂടെ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്നിലൂടെ എന്റെ കുടുംബം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തിത്തരും.
അർത്ഥമറിഞ്ഞു പാടാമോ? കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും തളരുമ്പോൾ, ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട്, ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയുണ്ട് ഞാനെന്ത് അന്ത്യം വരെ. ഈ പാടിയത് സത്യമാണ്, ഈ പാടിയത് സത്യമാണ്. കണ്ണുനീർ തുടച്ച് എൻ്റെ കാര്യങ്ങളെ ദൈവം നടത്തിത്തരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കുടുംബത്തിൽ സക്കേവൂസ് ഒരു കുടുംബനാഥനാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ആ മനുഷ്യനിലൂടെയാണ് ആ വീട് രക്ഷപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ 33 ദിവസത്തെ ശുശ്രൂഷയിൽ ഷാലോൺ TV-യിലൂടെ നമ്മൾ കാണുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയിലൂടെ നിങ്ങളുടെ വീട് രക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സക്കേവൂസ് ഇപ്പോൾ പറയുകയാണ്, എനിക്ക് തിരക്കാണ്, എനിക്ക് ഒത്തിരി സാമ്പത്തിക കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് 1-2 വീടുകളിലൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ യേശു ആ വീട്ടിൽ വരുമായിരുന്നോ? അവിടെ സമയം മാറ്റിവെച്ചു. തിരക്കുണ്ടായിരുന്നു, പല കാര്യങ്ങളും, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്താനും പറയാനും പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. ആൾ സമ്പന്നനായിരുന്നു. അന്നത്തെ കാലത്ത് ഒത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊക്കെ അത് മാറ്റിയിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. യേശുവിന് വേണ്ടി കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച ആ സമയമാണ് വീടിന് അനുഗ്രഹമായ സമയം. ആമേൻ. ഒരിക്കൽ കൂടി പറയാം, സക്കേവൂസ് യേശുവിനെ കാണാനും അടുത്തറിയാനും ആഗ്രഹിച്ച ആ സമയമാണ് ആ വീട് രക്ഷപ്പെടാൻ കാരണമായ സമയം. ആ വീട്ടിലുള്ള ആളുകൾ ദൈവത്തെ അറിഞ്ഞ സമയം. അപ്പോൾ സക്കേവൂസിനെ പോലെ ആരെങ്കിലും ഒക്കെ വേണം കേട്ടോ നമ്മുടെ വീടുകളിൽ. എല്ലാവരും തിരക്കാണ്, സമയമില്ല, ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, ചെയ്യാനുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്കൊരു സെലിബ്രേഷനുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്, എനിക്കൊന്ന് ഔട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നിലൂടെ ഒരു വീട് രക്ഷപ്പെടില്ല. എല്ലാം വേണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയം നിനക്ക് വേണം. ദൈവത്തെ ആരാധിക്കുന്നൊരു സമയം നിൻ്റെ ജീവിതത്തിൽ വേണം. ഇതൊക്കെ ഉണ്ടേലേ ദൈവം നിൻ്റെ വീടിനോടടുക്കൂ. അല്ലെങ്കിൽ ദൈവം മുന്നിലെ റോട്ടിൽ കൂടി അങ്ങ് നടന്നു പോവുള്ളൂ. നിൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു വരണമെങ്കിൽ നീയൊന്ന് തിരിയണം. ഞാൻ തിരിഞ്ഞാലേ ദൈവം എന്നിലേക്ക് തിരിയൂ. അല്ലാതെ ദൈവം അങ്ങനെ പോകുമ്പോൾ ഇങ്ങ് വന്നോളും, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടന്നോളും എന്നൊക്കെ ചുമ്മാ ജനറലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാതെ, വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, ദൈവം എന്നിലേക്ക് തിരിയണമെങ്കിൽ, എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് തിരിയണം. ഞാൻ സമയം മാറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്മനമിളകാതെ, നിന്മനം പതറാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നിലൂടെ എന്നെ കേൾക്കുന്ന ഒത്തിരി അപ്പച്ചന്മാരുണ്ട്, അമ്മമാരുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് വരാൻ അടുത്ത് നിൽക്കുന്നവരുണ്ട്, യുവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ദൈവത്തിന്? എന്നിലൂടെ എൻ്റെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? വെറുതെ കേട്ട് ഒരു പാട്ട് പാടി എന്തൊക്കെയോ പ്രാർത്ഥിച്ച് സാധാരണ പോലെ ഓഫാക്കി പോകാതെ മനസ്സുകൊണ്ട് ദൈവത്തോട് പറയാൻ പറ്റുമോ? ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, ഈ ഷാലോൺ TV-യിൽ കൂടുന്ന ഞാൻ ഈ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് പറയുകയാണ്, എന്നിലൂടെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും, ഞാനൊരു അനുഗ്രഹമായി മാറും എന്ന് പറ. സക്കേവൂസ് ഈ വീട്ടിൽ, ആ കുടുംബനാഥൻ ആ മക്കൾക്കും ആ ഭാര്യയ്ക്കും അനുഗ്രഹമായി മാറി. അങ്ങനെ എത്ര ഭർത്താക്കന്മാരുണ്ട്, അങ്ങനെ എത്ര അമ്മമാരുണ്ട്. നിങ്ങളിലൂടെ ഒരു അനുഗ്രഹമായി മാറിയ എത്ര വീടുകളുണ്ട്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടാകട്ടെ.
ലക്ഷക്കണക്കിന് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളിലൂടെ രക്ഷപ്പെട്ട ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, നിങ്ങളിലൂടെ ഒരാൾ തകർന്നു എന്ന് പറയാൻ ഇടവരുത്, നിങ്ങൾ കാരണം മടുത്തു എന്ന് പറയാൻ ഇടവരുത്, നിങ്ങൾ കാരണം എൻ്റെ കണ്ണിലെ കണ്ണുനീര് തോരുന്നില്ല, അങ്ങനെ പറയരുത്. നമ്മളെ നോക്കി നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് 10 പേര് നമ്മളെ നോക്കി പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സക്കേവൂസിനെ നോക്കി ചിലപ്പോൾ ഭാര്യ പറഞ്ഞു, മക്കൾ പറഞ്ഞു കാണും, നിങ്ങളൊരു ഭാഗ്യവാ, എനിക്കിങ്ങനെ ഒരാളെ ദൈവം തന്നു, ഇങ്ങനെ ഒരു അപ്പനെ വീട്ടിൽ തന്നു, ഇങ്ങനെ ഒരു ഭർത്താവിനെ ദൈവം തന്നു, ഇങ്ങനെ ഒരു മകനെ എനിക്ക് തന്നു, എൻ്റെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് നിന്നിലൂടെയാണ്. അങ്ങനെ പറയാൻ ഇടവരട്ടെ. പരിശുദ്ധ അമ്മ അതിനെ നിന്നെ സഹായിക്കും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 10ാം ദിവസം ഉണ്ടല്ലോ, ഇനി 23 ദിവസമുള്ളത്. ഇത് 10ാമത്തെ ദിവസമാണ്. ഇനിയും കിടക്കുവാണ് 23 ദിവസം. നിയോഗത്തിൻ്റെ 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഇരുന്ന് അതിനുമുമ്പ് ഈ പാട്ടിൻ്റെ 4 ലൈൻ ശ്രദ്ധിക്കുക. നിന്മനമിളകാതെ, നിന്മനം പതറാതെ. ഒന്ന് കേട്ടെ അത്, ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. സ്വരം ഉയർത്തിയൊന്ന് വിശ്വാസത്തിൽ പ്രഖ്യാപിച്ച്. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ വചനം 33 തവണ ഏറ്റുചൊല്ലി ഈശോയെ ഇന്ന് എൻ്റെ ഭവനത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.